Hello everyone, welcome to I4CUT track. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പ്രോബ്ലംസ് ഓൺ ട്രെയിൻ. പ്രോബ്ലംസ് ഓൺ ട്രെയിൻ എല്ലാവർക്കും കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. പക്ഷേ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് പ്രോബ്ലംസ് ഓൺ ട്രെയിൻ എന്നുള്ളത്. നമുക്ക് അപ്പോൾ ഇക്വേഷൻസ് നോക്കാം അല്ലേ? ഏതൊക്കെയാണ് എങ്ങനെ പഠിക്കാന്ന് നോക്കാം. പ്രോബ്ലംസ് ഓൺ ട്രെയിൻ പഠിക്കുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് കൺവേർഷൻ. ഓക്കെ, കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക, ദെൻ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക, ഇതൊക്കെ ആദ്യം അറിഞ്ഞിരിക്കണം നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന്റെ മുന്നേ. ഓക്കെ, ദെൻ എങ്ങനെയായിരിക്കും ഈ കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക? പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഇൻറ്റു 5/18 ചെയ്താൽ മതി. ഓക്കെ, കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ദെൻ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യാനോ മൾട്ടിപ്ലൈഡ് ബൈ 18 ഡിവൈഡഡ് ബൈ 5, 18/5 മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. എന്ത്? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എങ്ങനെ ഇത് ഓർത്ത് വെക്കുക? 5/18 18/5 പെട്ടെന്ന് മാറിപ്പോകില്ലേ എന്ന്. അതിനൊരു വഴിയുണ്ട്. കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്വാണ്ടിറ്റി ആണ് അല്ലേ? ദെൻ മീറ്റർ പെർ സെക്കൻഡോ ചെറിയ ക്വാണ്ടിറ്റി ആണ്. ദെൻ മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ചെറിയ സംഖ്യയായ 5 ആയിരിക്കും മുകളിൽ ഉണ്ടാവുക. ഓക്കെ, ദെൻ മീറ്റർ പെർ സെക്കൻഡ് ഒരു ചെറിയ ക്വാണ്ടിറ്റി ആണ്, കിലോമീറ്റർ പെർ ഹവർ വലിയ ക്വാണ്ടിറ്റി ആണ്. സോ കിലോമീറ്റർ പെർ ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? 18 ആണ് മുകളിൽ ഉണ്ടാവുക, വലിയ സംഖ്യയായ 18 ആണ് മുകളിൽ ഉണ്ടാവുക. ഓക്കെ, അത് ഓർത്ത് വെച്ചാൽ മതി, നിങ്ങൾക്ക് ഇത് മാറിപ്പോവില്ല. ഓക്കെ, ദെൻ വേറെ രണ്ട് കൺവേർഷൻ കൂടി പഠിക്കാനുണ്ട്. കിലോമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക എങ്ങനെയാണ്? കിലോമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ മൾട്ടിപ്ലൈഡ് ബൈ 1000 ആയിരിക്കും. നമ്മൾ 1000 മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. ദെൻ മിനിറ്റിന് സെക്കൻഡിലോട്ടോ എങ്ങനെയായിരിക്കും? അത് നിങ്ങൾക്ക് ഒക്കെ അറിയുന്നതായിരിക്കും. എന്താന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്സ് ആണ് അല്ലേ? സോ എന്തായിരിക്കും? മിനിറ്റിന് സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? ഇൻറ്റു 60 ചെയ്യും. ഓക്കെ, ഈ ഒരു കൺവേർഷൻ ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ദെൻ നമുക്ക് പ്രോബ്ലംസ് എങ്ങനെയാ ചെയ്യുക, എന്തൊക്കെയാണ് ഇക്വേഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബേസിക് ആയിട്ടുള്ള ഒരു ഫോർമുല ആണ്. ദെൻ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇതാണ് നമ്മളെ ഫോർമുല, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. പക്ഷെ നമ്മളോട് എപ്പോഴും സ്പീഡ് ഒന്നും അല്ല ചോദിക്കുക, ചിലപ്പോൾ ടൈം ചോദിക്കും, ചിലപ്പോൾ ഡിസ്റ്റൻസ് ചോദിക്കും. അപ്പൊ നമുക്കറിയാം സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആവുമ്പോൾ നമുക്ക് ടൈം ചോദിക്കുകയാണെങ്കിൽ എന്താക്കാം? ടൈമിനെ ഈ ഒരു സൈഡിലോട്ട് കൊണ്ടുപോവാം, ദെൻ സ്പീഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുകയൊക്കെ ചെയ്യാം. പക്ഷെ നമുക്കറിയാം CUT എക്സാമിന് ഇതിനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പൊ പെട്ടെന്ന് നമുക്കറിയണം ഏതാണ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ, ഏതാണ് ടൈമിന്റെ ഇക്വേഷൻ, ഏതാണ് സ്പീഡിന്റെ ഇക്വേഷൻ എന്ന് പെട്ടെന്ന് നമുക്ക് കത്തണം ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അല്ലേ? അതിനുള്ളൊരു വഴിയാണ് ട്രയാങ്കിൾ. ട്രയാങ്കിളിൽ ഇവിടെ D എന്ന് റെപ്രസെന്റ് ചെയ്യാം, ഇവിടെ S, ഇവിടെ T. D എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, S എന്ന് പറഞ്ഞാൽ സ്പീഡാണ്, T എന്ന് പറഞ്ഞാൽ ടൈം ആണ്. ഓക്കെ, ദെൻ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഓക്കെ, സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. ദെൻ സ്പീഡ് കാണാനുള്ള ഇക്വേഷനോ? സ്പീഡ് കാണാൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, ദെൻ എങ്ങനെയായിരിക്കും ടൈം കാണാ? സിമ്പിൾ അല്ലേ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. സോ നമുക്ക് ഈ ഫോർമുല ആലോചിച്ച് വെക്കാൻ എന്ത് ചെയ്യണം? ഈ ഒരു ട്രയാങ്കിൾ മനസ്സിൽ കണ്ടാൽ മതി. ഏതൊരു പ്രോബ്ലംസ് ഓൺ ട്രെയിനിന്റെ പ്രോബ്ലം വന്നാലും ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യന്റെ സൈഡിൽ ഈ ഒരു ട്രയാങ്കിൾ വരച്ച് വെക്കുക. ദെൻ നിങ്ങൾക്ക് ഏതൊരു ഇക്വേഷനും സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാം. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും നമ്മൾ ബാക്കിയുള്ള ഇക്വേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ നല്ലോണം ഈ ട്രയാങ്കിൾ പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? ദെൻ അടുത്ത് നോക്കാം. ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ട്രെയിൻ ആൻഡ് ഒബ്ജക്റ്റ്. നമ്മളോട് ചോദിക്കും, ഒരു ട്രെയിന്, ഒരു പോള്, അല്ലെങ്കിൽ ഒരു ട്രീ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കടന്നു പോവാൻ എത്ര ടൈം എടുക്കുന്നു, അതിനെ പാസ് ചെയ്ത് പോവാൻ എത്ര ടൈം എടുക്കും എന്ന് ചോദിക്കും. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കും, ഒരു ട്രെയിന് ഒരു ബ്രിഡ്ജ് കടന്നു പോകാൻ, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എത്ര ടൈം എടുക്കുന്നു. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എപ്പോഴും CUT എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അതെങ്ങനെയാണ് കാണാന്നാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം ടൈമിന്റെ ഇക്വേഷൻ എന്താണ്?
ട്രയാങ്കിൾ വരച്ചു നോക്കാം, ഡി എസ് ടി അല്ലേ. അപ്പൊ ടൈമിന്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ്, താഴെയാണ് സ്പീഡ് ഉള്ളത്, അപ്പൊ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ് ടൈമിന്റെ ഇക്വേഷൻ അല്ലേ. ടൈമിന്റെ ഇക്വേഷൻ ആണ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് അല്ലേ. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്, ട്രെയിൻ ഒരു പോസ്റ്റിനെ കടന്നു പോവാണ്. ഈ ട്രെയിന് പോസ്റ്റിനെ കടന്നു പോവാൻ എത്ര ടൈം എടുക്കും എന്നാണ് നിങ്ങളോട് ചോദിക്കുക. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും? ഒരു പോസ്റ്റ് ഉണ്ട്, ആ ട്രെയിൻ ആ പോസ്റ്റിനെ കടന്നു പോകണം. ഒരു ട്രെയിൻ, ഇതൊരു ട്രെയിനാണ്, ഈ പോസ്റ്റിനെ കടന്നു പോയി എന്ന് എപ്പോഴാണ് പറയാ? ഈ ട്രെയിനിന്റെ മുൻഭാഗം എങ്ങനെ പോയിട്ട് ലാസ്റ്റ് ബോഗി ഈ പോസ്റ്റിന്റെ അടുത്ത് വരെ എത്തുമ്പോഴാണ് എന്ത് പറയാ? നമ്മൾ ഈ ട്രെയിൻ ഫുള്ളായിട്ട് ഈ പോസ്റ്റിനെ കടന്നു പോയി എന്ന് പറയാ അല്ലെ. ഈ പോസ്റ്റിന്റെ ഭാഗത്ത് ലാസ്റ്റ് ബോഗി എത്തുന്ന സമയത്താണ് നമ്മൾ ഫുള്ളായിട്ട് ഈ ട്രെയിൻ ഈ പോസ്റ്റിനെ കടന്നു പോയി എന്ന് പറയാ. അപ്പൊ എത്ര ഡിസ്റ്റൻസ് ആയിരിക്കും അപ്പൊ ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക? ആ ട്രെയിൻ എത്രയാണോ ലെങ്ത് ഉള്ളത് അത്ര ആയിക്കൂല അവർ അപ്പൊ ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക ഡിസ്റ്റൻസ്. നോക്കിയേ, ഒരു ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ട്, ആ ട്രെയിനിന്റെ മുന്നിൽ ഒരു പോസ്റ്റ് ഉണ്ട്, ദെൻ ആ പോസ്റ്റിന് ഈ ട്രെയിന് കടന്നു പോകണം. കടന്നു പോയി എന്ന് പറയാൻ എങ്ങനെ? ആ ട്രെയിൻ ഇങ്ങനെ പോയിട്ട് അവസാനത്തെ ബോഗി എന്താവണം? ഈ പോസ്റ്റിന്റെ സൈഡിലെത്തണം അല്ലെ, അപ്പോഴാണ് കടന്നു പോയി എന്ന് പറയാം. അപ്പൊ ഡിസ്റ്റൻസ് ഇവിടെ എന്തായിരിക്കും? ലെങ്ത് ഓഫ് ദി ട്രെയിൻ ആയിരിക്കും. അപ്പൊ ഈ ട്രെയിനിന്റെ ലെങ്ത് L ആണെന്ന് വെച്ചോ. ദെൻ എന്തായിരിക്കും? ടൈം എന്ന് പറഞ്ഞാല് ലെങ്ത് ഡിവൈഡഡ് ബൈ സ്പീഡ്, ലെങ്ത് ഓഫ് ദി ട്രെയിൻ ഡിവൈഡഡ് ബൈ സ്പീഡ് ആയിരിക്കും. എന്തിന്റെ കേസിൽ? ഒരു ട്രെയിന് പോസ്റ്റോ ട്രീയോ ഒരു മാനെ അല്ലെങ്കിൽ കടന്നു പോകുന്ന എത്ര ടൈം കൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ട്രെയിൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക, ടൈം ഇസ് ഈക്വൽ ടു ലെങ്ത് ഡിവൈഡഡ് ബൈ സ്പീഡ്. ദെൻ അടുത്ത നോക്കിക്കേ, ഇവിടെ കണ്ടോ ഒരു ട്രെയിൻ ഉണ്ട്, ആ ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എത്ര ടൈം എടുത്തെന്നാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരിക. ദെൻ എത്ര ടൈം ആയിരിക്കും എടുക്കുക നമുക്ക് നോക്കാം. ഒരു ട്രെയിൻ ഉണ്ട്, ഇതൊരു പ്ലാറ്റ്ഫോം ആണെന്ന് വെച്ചോ. ആ ട്രെയിൻ ആ പ്ലാറ്റ്ഫോമിനെ കടന്നു പോയിന്ന് എപ്പോഴാ പറയാ? ആ ട്രെയിൻ ഇങ്ങനെ പോകണം, ദെൻ ആ ട്രെയിനിന്റെ അവസാന ഭാഗം പ്ലാറ്റ്ഫോമിന്റെ ലാസ്റ്റ് എത്തണം അല്ലെ. അവസാനത്തെ ബോഗി പ്ലാറ്റ്ഫോമിന്റെ ലാസ്റ്റ് എത്തണം. അപ്പൊ എന്തൊക്കെ കടന്നു പോകണം? ട്രെയിനിന്റെ ലെങ്ത്തും കടന്നു പോകണം, ദെൻ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത്തും ആ ട്രെയിൻ കടന്നു പോകുമ്പോൾ മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ? ആ ട്രെയിൻ ആ പ്ലാറ്റ്ഫോം കടന്നു പോയി പാസ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. ദെൻ ഇവിടെ വരുന്നത് എന്താന്ന് വെച്ചാല്, ഇവിടെ ടൈം എന്ന് പറഞ്ഞാൽ ടൈം നമുക്കറിയാം ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് അല്ലെ. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ് ടൈം. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ട്രെയിൻ LT എന്ന് എടുക്കുകയും ദെൻ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് LP എന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടെ ടൈം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദി പ്ലാറ്റ്ഫോം ഡിവൈഡഡ് ബൈ സ്പീഡ് ആയിരിക്കും. ഇനി നിങ്ങളോട് ബ്രിഡ്ജ് കടന്നു പോകാനാണ് എടുക്കുന്ന ടൈമാണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ എന്തായിരിക്കും? ലെങ്ത് ഓഫ് ദി ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ ഈ രണ്ട് ഇക്വേഷനും എന്തായാലും ഓർത്ത് വെക്കുക, എന്തായാലും നമുക്ക് വരും ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ അടുത്ത ടൈപ്പ് നോക്കാം. അടുത്ത ടൈപ്പ് നോക്കിയേ, തിയറി ഓഫ് റിലേറ്റിവിറ്റി. തിയറി ഓഫ് റിലേറ്റിവിറ്റി നമുക്ക് പെട്ടെന്ന് കത്തുന്ന ഒരു സംഭവമാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവും, ട്രെയിനിൽ പോകുന്ന സമയത്ത് രണ്ട് ട്രെയിൻ ഒരുമിച്ച് ഒരേ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് തോന്നും നമ്മളെ ട്രെയിനിന്റെ സ്പീഡ് കുറഞ്ഞു എന്നൊക്കെ തോന്നും അല്ലേ. സെയിം സ്പീഡിലാണ് രണ്ട് ട്രെയിനും പോകുന്നെങ്കിലോ നമ്മൾ രണ്ട് ട്രെയിനിലുള്ള ആൾക്കാരും കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും പോലെ തോന്നും അല്ലെ. രണ്ട് ട്രെയിനും സെയിം സ്പീഡിലാണെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും പോലെ തോന്നും. എന്താന്ന് വെച്ചാൽ നമുക്ക് മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ ഒരു സംശയം വരും അല്ലെ. ദെൻ വേറെ കേസ് എടുത്ത് നോക്കിയേ, ഒരു ട്രെയിൻ ഒരു സൈഡിൽ നിന്ന് വരുന്നു, മറ്റൊരു ട്രെയിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വരുന്നു. അപ്പൊ നമുക്ക് എന്ത് തോന്നും? പെട്ടെന്ന് കടന്നു പോകും പോലെ തോന്നൂലേ? ആ ട്രെയിന് പെട്ടെന്ന് കടന്നു പോകും പോലെ തോന്നും. അതെന്താണ്? സ്പീഡ് കൂടും പോലെ തോന്നൂലേ? അപ്പൊ സെയിം ഡയറക്ഷനിൽ വരുമ്പോൾ നമുക്ക് തോന്നും സ്പീഡ് കുറയും പോലെ തോന്നും. ദെൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലോ സ്പീഡ് കൂടും പോലെ തോന്നും ഇല്ലേ. ഈ രണ്ട് കേസും നിങ്ങൾ എന്തായാലും നോട്ടീസ് ചെയ്ത കേസുകളായിരിക്കും. ആ ഒരു കേസിൽ നമുക്ക് എത്ര ടൈമാണ് എടുക്കുന്നത്? ഈ രണ്ട് ട്രെയിനും ക്രോസ് ചെയ്യാൻ അല്ലെ പാസ് ചെയ്യാൻ എത്ര ടൈമാണ് എടുക്കുന്നത് എന്നാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, തിയറി ഓഫ് റിലേറ്റിവിറ്റിന്ന് അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ദെൻ എന്താണെന്ന് നോക്കാം. ഇവിടെ രണ്ട് ട്രെയിൻ ഉണ്ട് അല്ലെ. രണ്ട് ട്രെയിൻ സെയിം ഡയറക്ഷനിലാണ് വരുന്നത്, രണ്ട് ട്രെയിനും സെയിം ഡയറക്ഷനിലാണ്. ഈ ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ L1 ആണ്, ഈ ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ L2 ആണ്. ദെൻ ഈ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ U1 ആണ്, ആൻഡ് ഈ ട്രെയിനിന്റെ സ്പീഡ് U2 ആണ്. ഓക്കെ, L1 L2 U1 U2. ദെൻ ടൈം നമുക്കറിയാം, ടൈം കാണാനുള്ള ഇക്വേഷൻ എന്താ? ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? വരച്ചു നോക്കിക്കേ,
ഡി എസ് ടി അല്ലെ. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ദെൻ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ആ രണ്ട് ട്രെയിനും കടന്നു പോയി എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനെ കടന്നു പോയി എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? ഈ ട്രെയിനിന്റെ ലെങ്ത്തും പാസ് ചെയ്യണം, ദെൻ ഈ ട്രെയിനിന്റെ ലെങ്ത്തും പാസ് ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L1 പ്ലസ് L2 ആയിരിക്കും. ആദ്യത്തെ ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് രണ്ടാമത്തെ ട്രെയിനിന്റെ ലെങ്ത് ആയിരിക്കും ഡിവൈഡഡ് ബൈ ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സെയിം ഡയറക്ഷനിലാണ് ട്രെയിൻ വരുന്നെങ്കിൽ നമുക്ക് സ്പീഡ് കുറയും പോലെ തോന്നൂലേ. അപ്പൊ ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് ആദ്യത്തെ ട്രെയിനിന്റെ സ്പീഡ് മൈനസ് രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡ് ആയിരിക്കും. U1 മൈനസ് U2 ആയിരിക്കും. ഓക്കെ, ഇതായിരിക്കും രണ്ട് ട്രെയിനും സെയിം ഡയറക്ഷനിൽ വരികയാണെങ്കിലുള്ള ഇക്വേഷൻ. ദെൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇവിടെ നോക്കിക്കേ. ഇവിടെ ഈ ട്രെയിൻ ഒരു ഡയറക്ഷനിൽ വരുന്നു, ഈ ട്രെയിൻ വേറൊരു ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് അല്ലേ വരുന്നത്. ദെൻ ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ L1 ആണ്, ഇതിൻ്റെത് L2 ആണ്. ഇത് U1 സ്പീഡിലാണ്, ദെൻ ഇത് U2 സ്പീഡിലാണെങ്കിൽ ഇത് രണ്ടും കടന്നു പോവാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും എന്ന് വെച്ചാൽ നമുക്കറിയാം. ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് അല്ലെ. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ സെയിം ആണ്. ആദ്യത്തെ ട്രെയിന് കടന്നു പോകണം, ദെൻ അതിന്റെ ലെങ്ത്തും കടന്നു പോകണം. അപ്പോഴാണ് ഒരു ട്രെയിൻ നമ്മൾ കടന്നു പോയി അല്ലെ പാസ് ചെയ്തു എന്ന് പറയാം. അപ്പൊ L1 പ്ലസ് L2 ആണ് ഡിസ്റ്റൻസ് വരിക. ദെൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ട്രെയിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരികയാണെങ്കിൽ നമുക്ക് സ്പീഡ് കൂടും പോലെ തോന്നും അല്ലെ. അപ്പൊ ഇവിടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ U1 പ്ലസ് U2 ആയിരിക്കും. U1 പ്ലസ് U2 ആയിരിക്കും ഇവിടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ രണ്ട് ഇക്വേഷനും ആലോചിച്ച് വെക്കുക. L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ U1 മൈനസ് U2 ആണ് സെയിം ഡയറക്ഷൻ, ആൻഡ് L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ U1 പ്ലസ് U2 ആയിരിക്കും എന്ത്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ അല്ലേ? ഈ മൂന്ന് ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഓൺ ട്രെയിനിന് പഠിക്കാനുള്ളത്. ഈ ഒരു മൂന്ന് ഇക്വേഷൻ നിങ്ങൾക്ക് പഠിച്ചു വെച്ചാൽ പ്രോബ്ലംസ് ഓൺ ട്രെയിനിന് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആദ്യം നമ്മൾ ആ ഒരു ബേസിക് ഫോർമുല പഠിച്ചു അല്ലേ. ബേസിക് ഫോർമുല ആയിരുന്നു എന്ത്? ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ആ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്ന ആ ഒരു ഫോർമുല എന്ന് പറയുന്നത് അത് നിങ്ങൾ എന്തായാലും മറക്കില്ല, അത് എനിക്കറിയാം. ദെൻ അടുത്ത എന്തായിരുന്നു? ട്രെയിൻ ആൻഡ് ഒബ്ജക്റ്റ്. ഒരു ട്രെയിന് ഒരു ട്രീനെ അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെ കടന്നു പോകുമ്പോൾ ആ കടന്നു പോകാൻ എത്ര ടൈം എടുക്കുന്നു, ആൻഡ് ഒരു ട്രെയിന് ഒരു പ്ലാറ്റ്ഫോമിന് അല്ലെങ്കിൽ ബ്രിഡ്ജിനെ കടന്നു പോകാൻ എത്ര ടൈം എടുക്കുന്നു എന്നുള്ളത് അല്ലേ. അത് എന്തായിരുന്നു അവിടെ ടൈം എന്ന് പറഞ്ഞാൽ? ആദ്യത്തെ ഒരു ട്രെയിന് അല്ലെങ്കിൽ ഒരു പോളിനൊക്കെ കടന്നു പോകാൻ, പോസ്റ്റിനൊക്കെ കടന്നു പോകാൻ ട്രെയിൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ ട്രെയിനിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ സ്പീഡ് ആയിരുന്നു. ദെൻ ബ്രിഡ്ജിന് ഓർ പ്ലാറ്റ്ഫോമിനാണെങ്കിലോ ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആയിരുന്നു അല്ലെ. ദെൻ അവസാനം നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? തിയറി ഓഫ് റിലേറ്റിവിറ്റി. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലെ. അതെന്തായിരുന്നു? സെയിം ഡയറക്ഷനിൽ വരുമ്പോൾ നമുക്ക് സ്പീഡ് കുറയും പോലെ തോന്നും. അതുകൊണ്ട് അവിടെ ടൈം എന്ന് പറഞ്ഞാൽ L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ U1 മൈനസ് U2 ആയിരുന്നു. ദെൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ നമുക്ക് എന്ത് തോന്നും? സ്പീഡ് കൂടും പോലെ തോന്നും. അവിടെ എന്തായിരുന്നു ഇക്വേഷൻ? ടൈം ഈക്വൽ ടു L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ എന്താണ്? U1 പ്ലസ് U2. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും നല്ലോണം പഠിക്കുക, നല്ലോണം എക്സാം എഴുതുക. ബൈ ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.